ഷിരൂരിൽ നിർണായക കണ്ടെത്തൽ. അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിന്റെ ലോകഭാഗം കണ്ടെത്തി എന്നാണ് സൂചന. നേവി തെരച്ചിലിലാണ് ഈ ഒരു നിർണായക വിവരം കണ്ടെത്തിയത്. അതേസമയം ഈ ഒരു ഭാഗം അർജുന്റെ ലോറിയുടേതാണോ എന്ന് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. ട്രക്കിന്റെ ലോകഭാഗം കണ്ടെത്തി അത് ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് നാവികസേന തന്നെയാണ്. എന്തായാലും ഇത് സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് കാണാതായിരിക്കുന്നത്. ഈ ഒരു തിരച്ചിലിൽ ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. 10ലേറെ തവണ ഈശ്വർ മാൽപെ പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. നേവി സംഘവും പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തുന്നുണ്ട്. അടിത്തട്ടിലെ മണ്ണ് തെരച്ചിലിൽ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. തെരച്ചിലിൽ ഇതുവരെ ശുഭസൂചനകൾ ഒന്നുമില്ലെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ അറിയിച്ചിരുന്നു. ഉച്ചതിരിഞ്ഞും ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. അതേസമയം നാളെ തെരച്ചിൽ ഉണ്ടാവില്ല. തെരച്ചിൽ ഇനി മറ്റന്നാൾ പുനരാരംഭിക്കും. പുഴയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണും മരങ്ങളും പുഴയിൽ മുങ്ങിയുള്ള തെരച്ചിലിന് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നാണ് കാർവാർ MLA സതീഷ് സൈൽ പറഞ്ഞത്. 5 മണിക്കൂർ നീണ്ട തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നും പാറയും മണ്ണും തടസ്സമെന്ന് ഈശ്വർ മാൽപെ പ്രതികരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ നാവികസേന ഒരു ട്രക്കിന്റെ ഭാഗം കണ്ടെത്തിയെന്ന വിവരം പുറത്തുവിട്ടത്. ഇത് അർജുന്റേതാണോ എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് മാറ്റാതെ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയുടെ അടിത്തട്ടിൽ പരിശോധന നടത്താനാകില്ലെന്നും ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ ശ്രമം തുടങ്ങിയെന്നും MLA-മാർ പറയുകയും ചെയ്തു. പുഴയിലെ മണ്ണ് നീക്കാതെയുള്ള തെരച്ചിൽ പ്രായോഗികമല്ലെന്നും മണ്ണും മരങ്ങളും നീക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്നും മഞ്ചേശ്വരം MLA AKM അഷ്റഫ് പറഞ്ഞു. ഡ്രഡ്ജർ എത്തിച്ച് മണ്ണ് നീക്കാതെ ഷിരൂരിലെ തെരച്ചിൽ മുന്നോട്ടു പോകാനാകില്ല എന്നാണ് കാർവാർ MLA സതീഷ് സൈൽ കൃഷ്ണയും പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തോട് വീണ്ടും ഡ്രഡ്ജർ ആവശ്യപ്പെട്ടെന്നും ഓപ്പറേറ്റർ ഇല്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും MLA പറഞ്ഞു. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഈശ്വർ മാൽപെ പുഴയിൽ ഇറങ്ങുന്നതിൽ നിന്ന് ആരും തടഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തൃശൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ ഷിരൂർ ദൗത്യത്തിന് ഉപയോഗിക്കാൻ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. പരമാവധി 18 അടി ആഴത്തിൽ മാത്രമേ ഡ്രഡ്ജർ പ്രവർത്തിക്കൂ. ഗംഗാവാലിയുടെ ആഴം 25 മുതൽ 30 അടി വരെയാണ്. ഇക്കാര്യം ഉത്തര കന്നഡ ജില്ലാ കളക്ടറെ രേഖാമൂലം അറിയിച്ചിരുന്നു. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള തെരച്ചിൽ വേണമെന്ന് തന്നെയാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി പറഞ്ഞു. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ ആരംഭിക്കുകയായിരുന്നു. മത്സ്യത്തൊഴിലാളിയും മുങ്ങൽ വിദഗ്ധനുമായ ഈശ്വർ മാൽപെ പുഴയിലിറങ്ങിയുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈശ്വർ മാൽപെയുടെ നേതൃത്വത്തിൽ കൂടുതൽ പേർ ഇന്ന് പുഴയിലിറങ്ങി പരിശോധന നടത്തുകയാണ്. ലോറിയുടേതെന്ന് സംശയിക്കുന്ന ലോഹഭാഗം കണ്ടെത്തിയെങ്കിലും അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേത് അല്ലെന്ന് വാഹനത്തിന്റെ ഉടമ മനാഫ് പറഞ്ഞു. അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഭാഗമായിരിക്കാമെന്നാണ് കരുതുന്നത്. ഇന്നലെ അർജുൻ ഓടിച്ചിരുന്ന ലോറിയിലുണ്ടായിരുന്ന ജാക്കി കണ്ടെത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു ഈശ്വർ മാൽപെ ഇന്ന് തെരച്ചിൽ നടത്തിയത്. ജാക്കി കണ്ടെത്തിയ സ്ഥലത്തുനിന്ന് 70 മീറ്ററോളം മാറി വെള്ളത്തിൽ ഡീസൽ പരന്ന സ്ഥലത്തും പരിശോധനയുണ്ട്. നാവികസേനയുടെ ഡൈവിംഗ് ടീമും തെരച്ചിലിനായി സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രധാനമായും ഇന്നലെ സോണാർ പരിശോധനയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ 3 പോയിന്റുകളിലാണ് നാവികസേന പരിശോധന നടത്തിയത്.